ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. വീട്ടിലെ ഫുഡൊക്കെ നിരന്തരം കഴിച്ച് മടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഷാപ്പിൽ നിന്നൊരു ഫുഡ് കഴിച്ചേക്കാമെന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഷാപ്പിൽ നിന്നുള്ള ഫുഡാണല്ലോ. അപ്പോൾ നമ്മുടെ കുമരകത്ത് ധാരാളം ഷാപ്പും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇടയാഴം കല്ലറ റൂട്ടിലെ വിളക്കുമരം ഷാപ്പിലാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് പോകുന്നത്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ദിയക്കുട്ടിക്ക് സ്കൂളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പോവാതിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുറച്ച് ഹോളിഡേ ഒക്കെ വന്നപ്പോൾ അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നമ്മൾ വിളക്കുമരം ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ലൈൻ വന്നുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് തലക്കറി, അപ്പവും താറാവും ആണല്ലോ മെയിൻ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടുത്തെ താറാവ് നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കറികളോട് എത്തിയിരിക്കുന്ന തല, ഷാപ്പിലെ രാജാവ് എന്ന് പറയുന്ന തലക്കറി. പിന്നെ നമുക്ക് അതിൻ്റെ കോമ്പിനേഷനായിട്ട് കടലക്കറി, പിന്നെ റോസ്റ്റ്, താറാവ് റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്. അപ്പോൾ തലയൊക്കെ മറിച്ച് ഇടുവാണ്. വറ്റയുടെ തലയാണ് കേട്ടോ. കുട്ടീനെ കൊണ്ട് അത് സാധിക്കുന്നില്ല, എന്നിട്ടും അവളിങ്ങനെ ട്രൈ ചെയ്യുവാണ് അതിൻ്റെ കണ്ണ് എടുക്കാൻ വേണ്ടി. ഒരു സൈഡിലെ കണ്ണ് കഴിച്ചു, ഇനി അടുത്തതിന് വേണ്ടി പുള്ളിക്കാരി ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവാണ്. കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അപ്പം വെച്ചിട്ട് കുറച്ച് കൂന്തൽ റോസ്റ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും താറാവ് കറിയായിരുന്നു കേട്ടോ. അതാണല്ലോ നേരത്തെ തൊട്ടേയുള്ള കോമ്പിനേഷൻ. പക്ഷെ തല കഴിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട്, പിന്നെ ഷാപ്പിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് തലക്കറി. നിങ്ങൾക്കറിയാമെന്നറിയാം, എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കോമ്പിനേഷനായിട്ട് കടലക്കറി കിട്ടി. ഈ തലയും ഈ കൂന്തൽ റോസ്റ്റും താറാവും ഒക്കെ ഉള്ളപ്പം കടലക്കറീനെയൊക്കെ ആര് മൈൻഡാണ്. കടലാക്രമണം നമ്മൾ നോക്കിയേ ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് കള്ളും കൂടെ കുടിച്ചില്ലേ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഒരു കുപ്പി നല്ല കള്ള്. ഒത്തിരി ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. മധുരക്കള്ള്, കാന്താരിക്കള്ള്, മുന്തിരിക്കള്ളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്തിരിക്കള്ളാണ് ഓർഡർ ചെയ്തത്. അപ്പോഴത്തേക്ക് കുറച്ച് എരിവ് ഒക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഇച്ചിരി കള്ളും കൂടെ കുടിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കുപ്പി കള്ളും കൂടെ, കുപ്പിയല്ല ഒരു മൺകുടത്തിലെ കള്ള്, നല്ല തണുത്ത കള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എരിവിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് തോന്നുന്ന ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ സിപ്പായിട്ട് കുറച്ച് മധുരമുള്ള മുന്തിരിക്കള്ളും കൂടെ കുടിക്കുമ്പോഴല്ലോ നല്ല രസമായിരുന്നു. വീണ്ടും നമുക്ക് പിന്നെയും ആ തല കാണുമ്പോൾ കുറച്ചും കൂടെ തലക്കറി കഴിക്കാൻ വേണ്ടി തോന്നി. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഫുള്ള് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബാക്കി പാഴ്സൽ എടുക്കേണ്ടി വന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും. ഫസ്റ്റിലെ കുറച്ചൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തെങ്കിലും പെട്ടെന്ന് മടുക്കുമായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ബാക്കി വന്ന ഫുഡ് കുറച്ച് പാഴ്സലൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.